എല്ലാ പ്രിയപ്പെട്ടവർക്കും SOS മിഷൻ ഇൻ്റർനാഷണലിൻ്റെ ക്രിസ്മസ് ആശംസകളും സ്നേഹവന്ദനങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഈ ക്രിസ്മസ് വേളകളിൽ ലോകം മുഴുവൻ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പല രീതിയിൽ ആഘോഷിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് സത്യമാണെന്നുള്ളത് നാം പ്രഖ്യാപിക്കേണ്ടതും ലോക ചരിത്രത്തെ തന്നെ രണ്ടായി തിരിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ജനനം സാധ്യമായി, അത് നിമിത്തം ഈ ഭൂമിയിലെ ചരിത്രം തന്നെ മാറ്റി എഴുതുവാൻ ഇടയായി എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ വസ്തുതകൾ ഇതൊക്കെ ആയിരിക്കെ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഇന്ന് ലോക മനുഷ്യർ പറഞ്ഞു വരുത്തുമ്പോൾ വിശ്വാസികൾ പോലും ഉള്ളിൽ സംശയത്തിന് ഇടം കൊടുക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെയും ഒരു വിശ്വാസിയുടെയും ഒരു സഭാ നേതൃത്വത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരിക്കുന്ന വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത്. കാരണം ദൈവികമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പിൻ്റെ പദ്ധതി പ്രകാരം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ഈ ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു, വീണ്ടും വരും. അതിന് യാതൊരു സംശയമില്ല. അത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഈ വചനഭാഗത്ത് നാം കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. അപ്പോൾ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ ദാസനായിട്ടിരിക്കാനോ അവരുടെ അടിമയായിട്ടിരിക്കാനോ ഒന്നുമല്ല. അത് ദൈവീക വിചാരണയിൽ ദൈവീക പദ്ധതിയിൽ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. മനുഷ്യനെ സൃഷ്ടിക്കും, അവന് ഫ്രീ വില്ല് കൊടുക്കും, അവൻ പാപം ചെയ്യും, അവനെ വീണ്ടെടുക്കണം. വീണ്ടെടുപ്പ് വില നൽകുന്നത് നിമിത്തം ദൈവത്തിന് അവനോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ഇതൊക്കെ ദൈവത്തിൻ്റെ ദിവ്യ വിചാരണയിലുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചു, അവർക്ക് സ്വാതന്ത്ര്യം നൽകി. ദൈവം അവരോട് കൂടെ ഒന്നിച്ച് സന്ധ്യ വെയിലാറുമ്പോൾ ഇറങ്ങി നടന്ന് അവരോട് കൂടെ ആയിരുന്നത് അത്യധികമായി സന്തോഷിച്ചു. ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം നടക്കുക എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു പ്രിവിലേജാണ് ദൈവമക്കൾക്കുള്ളത്. ഇമ്മാനുവേൽ എന്ന പേരാണ് യേശുവിന് ഇട്ടിരിക്കുന്നത്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളോട് കൂടെയുണ്ട്. ലോകം എന്തു വേണമെങ്കിലും പറയട്ടെ, കാലം എന്തു വേണമെങ്കിലും പറയട്ടെ, ശാസ്ത്രം എന്തു വേണമെങ്കിലും പറയട്ടെ, യുക്തി എന്തെങ്കിലും പറയട്ടെ, എന്നാൽ യുക്തി പറയുന്നതോ കാലം പറയുന്നതോ സയൻസ് പറയുന്നതോ അല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവചനം എന്താണ് പറയുന്നത്? ദൈവവചനം പറയുന്നതിന് വിരോധമായിട്ടോ വിരുദ്ധമായിട്ടോ ഒന്നും ഇന്ന് വരെ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. ദൈവവചനത്തിലെ 66 പുസ്തകങ്ങളിലെ പ്രവചന ഭാഗങ്ങൾ നാം നിഷ്പക്ഷമായിട്ട് പഠിച്ചാൽ ലോക ചരിത്രവും ഈ പ്രവചന ഭാഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവും ഉണ്ടാകുകയില്ല. അങ്ങനെയെങ്കിൽ ഒരു അവിശ്വാസിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് വിശ്വാസി കഠിന പ്രയത്നം ചെയ്തേ പറ്റൂ. അതാണ് വിശ്വാസിയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രാഥമികമായ ചുമതല. യേശു ഈ കഠിനതകളെല്ലാം സഹിച്ച് ഈ ഭൂമിയിലായിരുന്നു എങ്കിൽ യേശുവിന് വേണ്ടി, നമ്മെ രക്ഷിച്ച യേശുവിന് വേണ്ടി ഒരു വാക്ക് പറയുവാൻ നമുക്ക് സാധിക്കുമോ? അതാണ് ഇന്നത്തെ പ്രസക്തമായ ചോദ്യം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നു, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരാളായി ഈ ഭൂമിയിലേക്ക് വന്നു. ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല യേശു ജനിച്ചത്, ജഡത്തിൻ്റെ മോഹത്താലുമല്ല യേശു ജനിച്ചത്. പരിശുദ്ധാത്മാവിൻ പ്രജയായി ഈ ഭൂമിയിൽ കന്യക മറിയാമിൽ യേശു ജനിച്ചു. പ്രിയമുള്ളവരെ,
ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ആലോചന നാം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ദൈവവചനത്തിൽ നാം വിശ്വസിക്കണം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്നു. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതാണ്. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്താണ്? യേശുവിൻ്റെ ജനനം. യേശുവിൻ്റെ ജനനം കൊണ്ട് എന്താണ് എനിക്ക് നിങ്ങൾക്കും പ്രയോജനം? നാശത്തിൻ്റെ പാത്രങ്ങളായിരുന്ന നമ്മെ, കോപത്തിൻ്റെ പാത്രങ്ങളായിരുന്ന നമ്മെ അവിടെ നിന്നും വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ മനസ്സോടെ ദൈവം ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമാണ്. ഈ സംഭവത്തെ തുച്ഛീകരിച്ച് കാണിക്കുവാനും തുച്ഛീകരിച്ച് കാണുവാനുമാണ് യാഥാസ്ഥിതികരും മതമൗലികവാദികളും അല്ലെങ്കിൽ എന്തു പറയുന്നു യുക്തിവാദികളും ഒക്കെയും ആഗ്രഹിക്കുന്നത്. സയൻസ് എന്ന് പറയുന്നത്, അതായത് ശാസ്ത്രം എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ആധുനിക ലോകത്തിൽ മനുഷ്യൻ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. വൈദ്യശാസ്ത്രം, ബഹിരാകാശ ശാസ്ത്രം, ഫിസിക്സ്, അസ്ട്രോണമി, ഇങ്ങനെ കെമിസ്ട്രി, ഇങ്ങനെ എന്തെല്ലാം ശാസ്ത്രശാഖകളുണ്ട്. തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ ഒരു അംശം മനുഷ്യന് പകർന്നു നൽകിയിരിക്കുകയാണ്. കാരണം മനുഷ്യൻ വെറും നിസ്സാരനല്ല എന്ന് കാണിക്കുവാൻ ദൈവം തൻ്റെ ജ്ഞാനത്തെ മനുഷ്യനിലേക്ക് കാലാകാലങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 200-250 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഈ ലോകം കാണുന്നത് പോലെ ശാസ്ത്രം വികസിച്ചിട്ടില്ല. വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഇന്ന് കാണുന്നതായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊന്നും ഒരു 250 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശാസ്ത്രം ഈ അന്ത്യകാലത്തിൽ വളരെയധികം പുരോഗമിച്ചിരിക്കുമ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ ശക്തിയും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും ദൈവവചനവുമായിട്ട് നാം താരതമ്യം ചെയ്യേണ്ടതാണ്. യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നതിൽ ഞാൻ സന്തോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം. കാരണം യേശു ഇമ്മാനുവേലാണ്. വിശ്വാസിയായിരിക്കുന്ന ഓരോരുത്തരോടും കൂടെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. സകല ജനത്തിനും എങ്ങനെയാണ് മഹാസന്തോഷം ഉണ്ടാകുന്നത്? സകല മനുഷ്യരും പാപം ചെയ്തിരിക്കുന്നു, ദൈവതേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇത് തിരികെ ലഭിക്കുവാൻ വേണ്ടി സകല ജനത്തിനും സന്തോഷം നൽകുന്ന ഒരു അനുഭവം. അതായത് ഒരു കുഴിയുടെ അനുഭവത്തിൽ കിടക്കുന്ന ഒരാളെ കൈപിടിച്ച് ഉയർത്തി കരയ്ക്ക് കയറ്റുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന രക്ഷിക്കപ്പെട്ടതിൻ്റെ രക്ഷയുടെ സന്തോഷം പോലെ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും പാപത്തിൻ്റെ ആധിക്യത്തിലും കിടക്കുന്ന മനുഷ്യനെ കൈപിടിച്ചുയർത്തുവാൻ ഒരാളുണ്ടെങ്കിൽ അതാണ് വീണ്ടെടുക്കുക, റിഡംഷൻ. ആ വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. സകല ജനത്തിനും. അവിടെ ദൈവം മനുഷ്യനെ വേർതിരിച്ചിട്ടില്ല, ജാതി പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല. ഏത് മനുഷ്യനും, അതായത് മൂക്കിൽ ശ്വാസമുള്ള സകല മനുഷ്യർ, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും ഈ വീണ്ടെടുപ്പിൻ്റെ ഭാഗമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. മനുഷ്യനാണ് പാർഷ്യാലിറ്റി ഉണ്ടാക്കുന്നത്, മനുഷ്യനാണ് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നത്, മനുഷ്യനാണ് തമ്മിൽ അടുപ്പിക്കുന്നത്, മനുഷ്യനാണ് പകയും ദേഷ്യവും ഒക്കെയും നുരഞ്ഞു പൊന്നുന്ന അവസ്ഥയിൽ പരസ്പരം പോരടിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. അതാണ് ഈ വാക്യത്തിൽ കൂടി നാം വായിക്കുന്നത്. എന്താ വായിക്കുന്നത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ. ദൈവത്തിന് ദൈവമായിട്ട് തന്നെ അവിടെ ഇരിക്കാമായിരുന്നു. മനുഷ്യൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മനുഷ്യനെ ഒഴിവാക്കി വിടാമായിരുന്നു. പക്ഷേ ഇത്ര വലിയ സ്നേഹം ദൈവത്തിന് മനുഷ്യനോടുള്ള, തൻ്റെ സൃഷ്ടിയോടുള്ള ഇത്ര വലിയ സ്നേഹമാണ് താൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. നോക്കിയേ, ദൈവം ഉന്നതങ്ങളിൽ വസിക്കുന്നവൻ, സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവുമായി ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? മനുഷ്യ സാദൃശ്യത്തിലായിട്ട് അവൻ മാറി. എന്നാൽ ഒരു വ്യത്യാസം മനുഷ്യനും അവൻ തമ്മിൽ. മനുഷ്യൻ പാപിയായിരിക്കുമ്പോൾ യേശു പാപമില്ലാത്തവനായി മാറി. അങ്ങനെ
ദൈവം പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ 33.5 തിരുവയസ്സ് ജീവിച്ച് മനുഷ്യനോട് കൂടെ പാർത്ത് അവൻ്റെ സകലതും മനസ്സിലാക്കി അറിഞ്ഞ് സകലതും മനുഷ്യൻ അനുഭവിക്കുന്ന സകലതും അവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് മനുഷ്യന് വേണ്ടി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. എത്ര മൃഗീയമായിട്ടാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത്! എത്ര മൃഗീയമായിട്ടാണ് യേശുവിനെ വിചാരണ ചെയ്ത് അടിച്ച് തുപ്പി ക്രൂരമായി കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിച്ചത്! നോക്കിയേ, യേശു ഒന്നും സംസാരിച്ചില്ല. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. നോക്കിയേ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എന്തിനു വേണ്ടിയാണ്? ഈ അനുഭവിച്ച കഷ്ടതകളും ഈ വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം പാപമൊഴിച്ച് എല്ലാത്തിലും താൻ തുല്യമായി മനുഷ്യനോട് ഒപ്പം പരീക്ഷിക്കപ്പെട്ട് ആ വേദന എല്ലാം ഏറ്റെടുത്തത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ ആ കൽപ്പന അനുസരിച്ച് അനുസരണമുള്ളവനായിട്ട് തീർന്നു. എന്തിനാണ് അനുസരണമുള്ളവനായിട്ട് തീർന്നത്? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടിയാണ് യേശു അനുസരണമുള്ളവനായിട്ട് തീർന്നത്? എല്ലാ നാമത്തിനും മേലായ നാമം നൽകി അവനെ ഏറ്റവും ഉയർത്തി എന്നാണ് അടുത്ത വാക്യത്തിൽ കാണുന്നത്. എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇമ്മാനുവേൽ എന്ന് പറയുന്ന കർത്താവ് ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് യേശു അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല, ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. ഇന്ന് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. യേശു അല്ലാതെ ആരും അത് പറഞ്ഞിട്ടില്ല. ആ യേശു എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്. സകലരെയും കുറിച്ച് യേശുവിന് വിചാരമുണ്ട്. പണക്കാരനെന്നോ പാവം പിടിച്ചവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ദൈവത്തിന് ഒരിക്കലുമില്ല. താൻ നൽകിയിട്ടുള്ള ജ്ഞാനവും അറിവും കഴിവും വിവേകവും ഉപയോഗപ്പെടുത്തുവാൻ ദൈവം മനുഷ്യനെ ഈ നാളുകളിൽ അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഇത് എൻ്റെ കഴിവാണ്, എൻ്റെ മിടുക്കാണ്, എൻ്റെ ജ്ഞാനമാണ്, എൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ പരിഹസിക്കുകയും തന്നെത്താൻ ഉയർത്തുകയും ചെയ്യുന്നു. ദൈവം പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നതിനെല്ലാം താഴ്ത്തപ്പെടും. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശുവിൻ്റെ വിനയം നമ്മളിലെല്ലാവരിലും ഉണ്ടാകണം. യേശു തന്നെത്താൻ താഴ്ത്തിയതുപോലെ, യേശുവിനെ പലരും ചലഞ്ച് ചെയ്ത് വെല്ലുവിളിച്ചപ്പോഴും യേശു ഒന്നും മിണ്ടാതിരുന്നത് പോലെ, അവൻ്റെ മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തപ്പോഴും അനങ്ങാതിരുന്നത് പോലെ, മുഖത്ത് തുപ്പിപ്പോഴും അനങ്ങാതിരുന്ന പോലെ തന്നെത്താൻ താഴ്ത്തി ദൈവ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം ജീവിച്ച ദൈവം, നാം എത്ര ഭാഗ്യമുള്ളവരാണ്. പക്ഷെ നാം അത് തിരിച്ചറിയാതെ പോകുന്നു. യോസഫിൻ്റെ മകനാ, മറിയയുടെ മകനാ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇന്നാരുടെ മകനാ എന്ന് പറഞ്ഞ് നമുക്ക് തുല്യരായിട്ട് അവരെ പരിഗണിക്കുകയും യേശുവിനെ കാണുകയും ചെയ്യുമ്പോഴാണ് നമ്മളിലുള്ള ആത്മീയ പാപ്പരത്വം വെളിപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദിവസങ്ങളിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകൾ നാം മനസ്സിലാക്കി, ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നാം മനസ്സിലാക്കി, നാം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെട്ടു എന്ന് ദൈവം മനസ്സിലാക്കി ദൈവം സന്തോഷിക്കുന്നത്. അപ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചവനായിരുന്നു. താൻ ഒന്നുമല്ലാതിരുന്ന ഒരു ആട്ടിടയനായിരുന്നു. ആട്ടിടയനായിരുന്ന ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി വാഴിക്കപ്പെടുന്നതിന് വളരെ ക്ലേശങ്ങളിൽ കൂടി കടന്നുപോയി. രാജാവായിരുന്നപ്പോഴും സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും എതിർപ്പോടും പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷെ ദാവീദ് തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ദൈവത്തിന് വേണ്ടി അവൻ നൃത്തം ചെയ്തു, ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി, എല്ലാറ്റിലും ദൈവത്തെ ഏറ്റവും ഉയർത്തുവാൻ ശ്രമിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ ഒരു കുഞ്ഞാടിനെ പോലെ നിന്നു. കാരണം
ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ 23-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ തന്നെ ദാവീദിന് ദൈവത്തോടുള്ള ആ സ്നേഹബന്ധം എത്രമാത്രമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ക്രിസ്തുമസ് സന്ദേശങ്ങൾ ധാരാളമായിട്ട് നാം പലയിടത്തു നിന്ന് കേൾക്കുന്നുണ്ട്. എല്ലായിടത്തും യേശു ക്രിസ്തുവിൻ്റെ കന്യാജനനത്തെക്കുറിച്ചും ജനനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കന്യാജനനത്തിൻ്റെ പൊരുളിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇന്ന് നാം സമകാലീനമായിട്ട് ഈ വിഷയം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം ഇന്ന് 2024 ഈ 2025 വന്നപ്പോഴത്തേക്ക് ലോകം തിരക്കിൻ്റെ മധ്യത്തിൽ കൂടി, തിരക്കിൻ്റെ ആ വലിയ ബാഹുല്യത്തിൽ കൂടി കടന്നു പോവുകയാണ്. മനുഷ്യർക്ക് സമയമില്ല, ദൈവത്തെ സ്നേഹിക്കാൻ സമയമില്ല, വിശ്വസിക്കുവാൻ സമയമില്ല, വചനം കേൾക്കുവാൻ സമയമില്ല. ഇതൊക്കെ ആരുടെ പരിപാടിയാണെന്ന് നമുക്കറിയാം. കീപ് ദം ബിസി. മനുഷ്യനെ തിരക്കുള്ളവനാക്കി മാറ്റി, അവനെ ദൈവവചനത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി, അവനെ ആഘോഷങ്ങളിലൊക്കെയും പങ്കെടുപ്പിച്ച് അവനെ ആ സന്തോഷത്തിലും ആനന്ദത്തിലും ആക്കി അവൻ ആഗ്രഹിക്കുന്നതിനെ നൽകുന്ന ഒരു വലിയ പൈശാചിക തന്ത്രം ഇന്ന് ലോകത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യൻ തൻ്റെ മാനുഷിക ബുദ്ധിക്കും ചിന്തയ്ക്കും അനുസരിച്ച് അങ്ങനെയുള്ള കാര്യത്തിൽ ഇമ്മേഴ്സ്ഡായി പോകുമ്പോൾ ദൈവവചനത്തിന് ഊന്നൽ കൊടുക്കുവാനോ ദൈവവചനത്തിൽ ശ്രദ്ധിക്കുവാനോ അവന് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നു, യേശു കന്യകയിൽ ജനിച്ചു, യേശു തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിൽ വന്നു, യേശു ഈ ഭൂമിയിൽ അനുസരണമുള്ളവനായിരുന്നു, ഈ യേശു മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായിരുന്നു. എന്തിനു വേണ്ടി? ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടി. നിങ്ങൾ പാവം പിടിച്ചവരായിരിക്കാം, നിങ്ങൾ പണക്കാരായിരിക്കാം, നിങ്ങൾ കുടുംബ മഹിമയുള്ളവരായിരിക്കാം, നിങ്ങൾ വലിയ ഉന്നത പദവികൾ വഹിക്കുന്നവരായിരിക്കാം, നിങ്ങൾ സമൂഹത്തിൽ വലിയവരായിരിക്കാം. പക്ഷെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്, യേശു നിങ്ങളെ തേടിയായി ഈ ഭൂമിയിൽ വന്നത്. യേശു നിങ്ങളെ രക്ഷിക്കുവാനാണ് ഈ ഭൂമിയിൽ വന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദാവീദിന് ഈ കാര്യം വ്യക്തമായി അറിയാം. താൻ ഏതൊരു പാപം ചെയ്തു കഴിഞ്ഞാലും പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഓർമ്മപ്പെടുത്തും. നാഥാൻ പ്രവാചകൻ അടുക്കൽ വന്നപ്പോൾ പോലും പ്രവാചകനെ കൊന്നുകളയുവാനുള്ള അധികാരവും ശക്തിയും രാജാവിനുണ്ടായിരുന്നു. പ്രവാചകൻ ആ മനുഷ്യൻ നീ തന്നെ എന്ന് വിരൽ ചൂണ്ടുമ്പോൾ ദാവീദ് മുട്ടിന്മേൽ നിന്നു. ദൈവമേ, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ പുതുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആ ഒരു മനോഭാവമാണ്, ആ ഒരു റിപ്പൻറ്റൻസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദിനംതോറും ഒരു പുതുക്കൽ നമുക്ക് ആവശ്യമാണ്. കാരണം യേശു ഇമ്മാനുവേലാണ്, നമ്മളോട് കൂടെയുണ്ട്. യേശു അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ കുഞ്ഞാടിൻ്റെ അനുഭവം ഏറ്റുപറയുകയാണ്. പല പ്രതിസന്ധികൾ കൂടി ദാവീദ് കടന്നുപോയി. പല പ്രശ്നങ്ങൾ, പല ശത്രുക്കൾ യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, യഹോവയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ട് പലവിധമായിട്ടുള്ള ശത്രു മനോഭാവങ്ങൾ ഉള്ളവരെ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി യേശു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത്, ആ ദാവീദിന് എത്രമാത്രം പോരാട്ടങ്ങളാണ് ജീവിതത്തിലുണ്ടായത്. ശൗലുമായിട്ട് എന്തുമാത്രം വർഷങ്ങൾ പോരാടി നിൽക്കേണ്ടി വന്നു. അതിനുശേഷം സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടായി. ഇവിടെയൊന്നും ദാവീദ് പതറിയില്ല. തന്നെ വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് അറിയാവുന്നതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ദൈവമേ, യഹോവേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ, ലോകത്തിൻ്റെ ഏത് കോണിക്ക് ഏത് സമയപരിധിക്കുള്ളിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും ഒരു കാര്യം മറന്നു പോകരുത്, തന്നെത്താൻ ഹല്ലേലൂയ സാദൃശ്യം, ദൈവത്തിൽ നിന്നുള്ള ആ വലിയ സാദൃശ്യം മുറുകെ പിടിക്കാതെ, ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, ദാസരൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി ഈ ഭൂമിയിൽ വന്നു. തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എങ്കിൽ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, മനുഷ്യനായി, നിങ്ങളെപ്പോലൊരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. ഒരു ചെറിയ വ്യത്യാസം മാത്രം, പാപ ഒഴിയെ സകലതിലും നിങ്ങൾക്കും എനിക്കും തുല്യമായി പരീക്ഷിക്കപ്പെട്ടു.
എന്തിനു വേണ്ടി? സകല വേദനയും അവൻ ഏറ്റെടുത്തു, മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. ഏദൻ തോട്ടത്തിൽ സംഭവിച്ച പാപത്തിൻ്റെ ഫലമായി മനുഷ്യരാശി മുഴുവൻ തകർച്ചയിലേക്ക് പോയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ആ മനുഷ്യരാശിയെ മുഴുവൻ വീണ്ടെടുക്കുവാൻ യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അന്ന് നാം അവൻ്റെ മുഖം കാണും. നമുക്ക് നഷ്ടപ്പെട്ട തേജസ്സിൻ്റെ വസ്ത്രം, ആദമിനും ഔവയ്ക്കും തേജസ്സിൻ്റെ വസ്ത്രമുണ്ടായിരുന്നു. പാപം ചെയ്തപ്പോൾ ആ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ കാണാൻ സാധിക്കും ആ തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് തിരികെ ലഭിക്കുന്നതായിട്ട്. പ്രിയമുള്ളവരെ, ഇത് മാത്രമാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളത്. ഇത് മാത്രമാണ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു എങ്കിൽ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. യേശു കർത്താവ് യോഹന്നാനാൽ സ്നാനപ്പെട്ടു, യോഹന്നാൻ ഗളച്ഛേദം ചെയ്യപ്പെട്ടു. യോഹന്നാൻ്റെ സാക്ഷ്യം തന്നെ അത്ഭുതകരമാണ്. എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ കുനിഞ്ഞഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം. അപ്പോൾ യേശു ആരാണ്? ഈ 5 ഭൂഖണ്ഡങ്ങളിലെയും ജീവിച്ചിരുന്ന, മരിച്ചുപോയ, ഇന്ന് ജീവിക്കുന്ന, ഇനിയും വരുവാനുള്ള സകല മനുഷ്യകുലത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ഈ ഭൂമിയിൽ വന്നു. ഇപ്പോഴും അവൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലുണ്ട്. വിശ്വസിക്കുന്നവരുടെ ഭവനങ്ങളിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം നിറയും. അതിന് യാതൊരു സംശയവുമില്ല. വിശ്വസിച്ചാൽ, ഇഫ് യു ബിലീവ് യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു കൊച്ചു കുഞ്ഞ് സ്വന്തം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കരം ഗ്രഹിച്ചുകൊണ്ട് റോഡ് കുറുകെ കടക്കുന്നുവെന്ന് വിചാരിക്കുക. മാതാവും പിതാവും ആ കുഞ്ഞിനെ കൈവിടത്തില്ല. ആ കുഞ്ഞിനെ ആ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് വലിയൊരു ആത്മവിശ്വാസമുണ്ട്, എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി അങ്ങനെയാണ്. യേശു കർത്താവിൻ്റെ കരത്തിൽ മുറുകെ പിടിക്കും. യേശു കർത്താവ് എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കാരണം ഇമ്മാനുവേലായി ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നതാണ്. ഇമ്മാനുവേലായിട്ട് എൻ്റെ കൂടെയുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെയും എന്നോട് കൂടെയുണ്ട്. എൻ്റെ എല്ലാ പ്രവർത്തന മണ്ഡലത്തിലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ കർത്താവ് വാക്ക് പറഞ്ഞവനാണ്, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ സാദൃശ്യം മുറുകെ പിടിക്കാതെ എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നവനാണ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? അവരെല്ലാവരും ഈ ക്രിസ്മസ് ദിനത്തിൽ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 5 ഭൂഖണ്ഡങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അക്രൈസ്തവരും ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസ് വിളക്കുകൾ എല്ലായിടത്തും തൂക്കിയിടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പൊരുൾ ആർക്കും അറിയാൻ പറ്റുന്നില്ല. എല്ലായിടത്തും സ്റ്റാർ, കള്ള് ഷാപ്പിലും ബാറുകളിലും കടകളിലും എല്ലാം സ്റ്റാറുകൾ തൂക്കിയിടുന്നുണ്ട്. വലിയൊരു വിപണിയാണ് ഇന്ന് ക്രിസ്മസ് നിമിത്തം ഉണർന്നിരിക്കുന്നത്. പക്ഷേ യേശു എൻ്റെ പാപത്തിന് വേണ്ടി ഈ ഭൂമിയിൽ വന്നെന്ന് ആരും പറയുകയില്ല. പറയുന്നവർ അനുഗ്രഹിക്കപ്പെടും, വിശ്വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയുള്ളവർ എന്താ സംഭവിക്കാൻ പോകുന്നറിയാമോ? അവർ അവൻ്റെ മുഖം കാണുമെന്ന് വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ സൂര്യൻ്റെ തേജസ്സോ ചന്ദ്രൻ്റെ പ്രഭയോ ഒന്നും ആവശ്യമില്ല. യേശുവിൻ്റെ തേജസ്, അതായിരിക്കും മനുഷ്യൻ്റെ പ്രഭ, നമ്മുടെ പ്രഭ, നമ്മുടെ വെളിച്ചം. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ തേജസ് നമുക്ക് തിരികെ തരുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്. അതാണ് യേശുവിൻ്റെ കന്യകാജനനം. ഇമ്മാനുവേൽ എന്ന് പേർ വിളിച്ച് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറയുകയുണ്ടായി, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് വാസ്തവത്തിൽ യേശുവാണ് സത്യവാനായ ദൈവമെന്ന് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അറിയാം. അവർ ചിലർ ഉള്ളുകൊണ്ടും രഹസ്യമായിട്ടും വിശ്വസിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നിറയട്ടെ. നിങ്ങളൊരു പാപിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുമ്പോൾ
നിത്യജീവൻ നൽകുവാൻ, ഇറ്റേണൽ ലൈഫ് നൽകുവാൻ തക്കവണ്ണം യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ യേശു കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ, ക്രൂശിലെ മരണത്തോളം അനുസരണം കാണിച്ച് അവിടെ ചൊരിഞ്ഞ ആ തിരുരക്തത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ കഴുകിക്കളയുമ്പോൾ നിങ്ങൾ നിത്യജീവൻ അവകാശിയായിട്ട് മാറുകയാണ്. ഒരു പൈസ പോലും കൊടുക്കണ്ട. ഇന്ന് പലതിനും നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ കയ്യിലില്ലാത്തത് കടം വാങ്ങി വിലയ്ക്ക് വാങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ആത്മരക്ഷ എന്ന് പറയുന്ന, നിത്യജീവൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹോപഹാരം നാം മനഃപൂർവ്വം തട്ടിക്കളയുവാൻ പാടില്ല. സകല സൃഷ്ടികളോടും ഈ സുവിശേഷം അറിയിക്കണം. സകല സൃഷ്ടികൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നാം അറിയിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഞാൻ പറയട്ടെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തീരുമാനമാണ്. എന്താണ്? ലോകാവസാനത്തോളം എന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവിനെ ഞാൻ ഇന്നു മുതൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും സാഹചര്യം കിട്ടുമ്പോഴൊക്കെയും ദിവസവും മറ്റുള്ളവരുടെ സാക്ഷിക്കും. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് എനിക്ക് ഒരു ഭാരമുണ്ടാകും. യേശുവിൻ്റെ ആ സ്നേഹം ഞാൻ അവരിലേക്ക് പകർന്നു കൊടുക്കും. തീരുമാനമെടുക്കാൻ സാധിക്കുമോ? തീരുമാനമെടുത്താൽ നിങ്ങൾ അനുഗ്രഹീതരായി. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാനും നിങ്ങളോട് അറിയിക്കുകയാണ്. ജാതി മതഭേദമില്ലാതെ യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. ലോകം മുഴുവൻ നമുക്ക് ഈ സ്നേഹം എത്തിച്ചു കൊടുക്കാം. എല്ലാവരെയും നമുക്ക് അനുഗ്രഹിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.